ഹായ് ഓൾ, നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് ചിപ്സാണ്. ചിപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് സാധാരണ രീതിയിലല്ലേന്ന്, പക്ഷേ അങ്ങനെയല്ല. നമ്മളിന്ന് കട്ടർ ബ്ലേഡ് ഉപയോഗിച്ചാണ് ചിപ്സ് കട്ട് ചെയ്യാൻ പോകുന്നത്. അടിപൊളിയായിരിക്കും, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, തിക്നെസ് വളരെ കുറവായിരിക്കും. നമുക്ക് എങ്ങനെ റെഡിയാക്കാം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കട്ടർ മെഷീനാണ്. നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിടാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന്. വീഡിയോയിലേക്ക് പോയാലോ. ഇതിൻ്റെ തൊലി പൊളിച്ച് കഴുകി വെച്ചിരിക്കുകയാണ്. പാത്രം നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ എണ്ണ നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുക. എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ലേശം ഉപ്പ് അതിനകത്തോട്ടെടുക്കും. ഒരു ശക്കലം മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ കട്ടർ ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ ഇതിനകത്തോട്ട് അരിഞ്ഞിടുകയാണ്. ഡയറക്റ്റ് അരിഞ്ഞിടാം. നമുക്ക് പാത്രത്തിൽ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഇടണ്ട, ഡയറക്റ്റ് അരിഞ്ഞിടണം. കാരണം സോഫ്റ്റായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അരിഞ്ഞിടുക. വളരെ സോഫ്റ്റായിട്ടാണ് നമ്മുടെ ചിപ്സ് ഇപ്പം നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എണ്ണ എന്തുമാത്രം എടുക്കുന്നോ അതിൻ്റെ ആവശ്യത്തിനേ കായ അരിഞ്ഞിടാവുള്ളൂ. എണ്ണ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ഇടാം. എണ്ണ എങ്ങനെയാണോ അതനുസരിച്ച് കായ് അരിഞ്ഞിടുക. ഇതിൻ്റെ ഈ കളറ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടണം. അതുകൊണ്ട് നല്ല അതിൻ്റെ പാകത്തിനാകുമ്പോൾ തന്നെ നമ്മൾ കോരേണ്ടതാണ്. അവ അടിപൊളിയായിരിക്കും. ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒത്തിരി ബ്രൗൺ കളറായി പോവും. അപ്പോൾ നമ്മൾ കടയിൽ മേടിക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് ചിപ്സ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളെന്നും കൂടെ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.